ഹായ്, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി അനാട്ടമിയുടെ ബേസിക് ടേംസ്, ബോഡിയുടെ സ്ട്രക്ചർ ഇൻ ജനറൽ, അനാട്ടമിക്കൽ ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റം എന്നാൽ എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. സ്കെലിറ്റൽ സിസ്റ്റം എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ബോഡിയുടെ ഒരു ഫ്രെയിം വർക്കാണ് സ്കെലിറ്റൽ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ പഠിക്കുന്നതിലൂടെ നമുക്ക് സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. ആൻഡ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ബോൺസ് എന്താണെന്ന് അറിയണം. ആൻഡ് ലൊക്കേറ്റ് ആൻഡ് ഡിസ്ക്രൈബ് വേരിയസ് ബോൺസ് ഇൻ ദ ബോഡി. നമുക്കറിയാലോ എവിടെയൊക്കെ നമ്മളുടെ ബോഡിയിൽ ബോൺസ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പേര്, അത് എങ്ങനെയാണ് ഉള്ളത്, എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സിസ്റ്റം പഠിച്ചു കഴിയുന്നതോട് കൂടിയിട്ട് അറിയും. ഓക്കെ, ഏതൊക്കെയാണ് ബോണിൻ്റെ പേരുകൾ, അതെങ്ങനെ വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിസ്റ്റം പഠിക്കുന്നതിലൂടെ പഠിച്ചു കഴിയുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? എല്ലാവർക്കും അറിയണ്ടേ നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ ബോൺസാണ് ഉള്ളത്, എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിൻ്റെയൊക്കെ പേരെന്താണ് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ചെറിയൊരു ഔട്ട്ലൈനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ ഫുള്ളായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും റെഡി അല്ലേ? സോ സ്കെലിറ്റൽ സിസ്റ്റം പ്രൊവൈഡ്സ് സപ്പോർട്ട് ആൻഡ് അലൗസ് അസ് ടു മൂവ്. ബോൺസ് that make up the skeleton protects soft body parts and produces blood cells and act as a storage unit for minerals and fat. And there are 206 bones in adult skeleton along with cartilage, ligaments and joints. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. നമ്മളിങ്ങനെ എണീറ്റ് നടന്ന് നിൽക്കുന്നതും നമ്മളെ മസിൽസിനൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള സ്ഥലമൊക്കെ എവിടെയാണ്? ബോണിനാണ്. ബോണില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ബോണില്ലാത്ത ഒരു ശരീരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇറ്റ് മേക്കപ്പ് ബോണിൻ്റെ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു സപ്പോർട്ട്, ഒരു സ്ട്രക്ചർ നൽകുന്നത്. ഇത് കൂടാതെ എന്ത് ചെയ്യുന്നു? സ്കെലിറ്റൻ പ്രൊട്ടക്ട്സ് ദ സോഫ്റ്റ് ബോഡി പാർട്സ്. നമ്മുടെ പിന്നെ ഓർഗൻസ്, വൈറ്റൽ ഓർഗൻസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ബ്രെയിൻ സ്കള്ളിൻ്റെ ഉള്ളിലല്ലേ, അതേപോലെ ഹാർട്ട്, ലങ്സ് ഒക്കെ ബോണിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഫങ്ഷനാണ്. കൂടാതെ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ മിനറൽസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് സ്കെലിറ്റൽ സിസ്റ്റത്തിലാണ്. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ എത്ര ബോൺസ് ഉണ്ട് അഡൽട്ട് സ്കെലിറ്റലിൽ? എല്ലാവർക്കും അറിയോ? 206. എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത് സ്കെലിറ്റൽ സിസ്റ്റത്തിൽ? കാർട്ടിലേജ് ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്, പിന്നെ ജോയിൻസും. റൈറ്റ്? സോ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ളത്? ബോൺസ്. ബോൺസ് എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൺ ആണ്. ബോൺസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ജോയിൻസ് ഉണ്ടാവുന്നു. കാർട്ടിലേജസ്, തരുണാസ്ഥി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ലിഗമെന്റ്സ്, പിന്നെ ടെൻഡൻ. ബോണിലേക്ക് ഉള്ള ടൈ ചെയ്യുന്ന ഒരു കയറാണ് ലിഗമെന്റ്സ് എന്ന് സങ്കല്പിക്കുക. ടെൻഡൻ എന്ന് പറഞ്ഞാൽ ബോണിനെ മസിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് ടെൻഡൻ. ഓക്കെ, ഇതൊക്കെയാണ് സ്കെലിറ്റൽ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ളത്. സ്കെലിറ്റൽ സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻടു 2, ആക്സിയൽ സ്കെലിറ്റനും അപ്പൻഡിക്കുലാർ സ്കെലിറ്റനും. ഓരോന്നും എന്താണെന്ന് നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ആക്സിയൽ സ്കെലിറ്റനിൽ എന്തൊക്കെയാണുള്ളത്? സ്കള്ളുണ്ട്, സ്പൈനൽ കോളം ഉണ്ട്. അപ്പൻഡിക്കുലാർ സ്കെലിറ്റനിൽ ലിംസും ഗീഡിലും. ഗീഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രങ്കിനെ ലിംസുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഗീഡ്. ഇറ്റ്സ് ഓക്കെ. എന്തൊക്കെയാണ് ബോണിൻ്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് സപ്പോർട്ട്സ് ദ ബോഡി, ഇറ്റ് പ്രൊട്ടക്ട്സ് സോഫ്റ്റ് ഓർഗൻ ആൻഡ് മൂവ്മെൻറ്റ് ഡ്യൂ ടു അറ്റാച്ച്ഡ് സ്കെലിറ്റൽ മസിൽസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മിനറൽസ് ആൻഡ് ഫാറ്റ് ആൻഡ് ബ്ലഡ് സെൽ ഫോർമേഷൻ. ഇങ്ങനെ 5 ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് ബോൺ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യുവർ സ്കെലിറ്റൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൾ ദ ബോൺസ് ഇൻ യുവർ ബോഡി ആൻഡ് യുവർ സ്കെലിറ്റൺ ഗീവ്സ് യുവർ ബോഡി ഇറ്റ്സ് ബേസിക് ഷേപ്പ്. നമ്മുടെ ബോഡിയുടെ ഷേപ്പ് എങ്ങനെയാണ്? എന്തോ തരുന്നത്? നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ആണല്ലേ. നമ്മുടെ ബോൺസ് അതേപോലെ
അറേഞ്ച് ചെയ്തുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളെ കയ്യിൻ്റെ ഒരു ഭാഗത്തെ കയ്യിൻ്റെ താഴ്ഭാഗം മുകളിൽ വരികയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളെ ബോഡീൻ്റെ ഷേപ്പൊക്കെ പോയില്ലേ? അപ്പോൾ ഇറ്റ് ഗീവ്സ് യുവർ ബോഡി ബേസിക് ഷേപ്പ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ദാറ്റ് യു നീഡ്. ഓക്കെ, ആൻഡ് മെനി ബോൺസ് ഓഫ് ദ സ്കെലിറ്റൽ സിസ്റ്റം പ്രൊട്ടക്ട്സ് ഇന്റേണൽ ഓർഗൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റേണൽ ഓർഗൻസ് എന്തൊക്കെയാണ്. നമ്മളുടെ ഒരുപാട് ഇന്റേണൽ വൈറ്റലായിട്ടുള്ള ഇന്റേണൽ ഓർഗൻസ് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ പറ്റി കഴിഞ്ഞ് കാരണം ഭയങ്കര പ്രശ്നമല്ലേ. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറ്റലായിട്ടുള്ള സംഭവമല്ലേ. അത് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? സ്കള്ളിലെ എങ്ങനെയാ? സ്കള്ളിന് ഭയങ്കര ഉറപ്പായിട്ടുള്ള ഒരു ബോണല്ലേ. ഒരു ബോണല്ല, ഒരുപാട് ബോണുകൾ കൂടി ചേർന്ന ഒരു സംഭവമാണ് സ്കള്ള് അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ആരാണ്? അതേപോലെ ഹാർട്ട്, ലങ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒക്കെ ചെയ്യുന്നത് ആരാണ്? സ്കെലിറ്റൽ സിസ്റ്റമാണ്. പിന്നെ മൂവ്മെന്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? മസ്കുലാർ ആൻഡ് നെർവസ് സിസ്റ്റം. പിന്നെ കോർഡിനേഷനോട് കൂടി സ്കെലിറ്റൽ സിസ്റ്റമാണ് നമ്മളെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നത് അല്ലേ. ഇൻ കോർഡിനേഷൻ വിത്ത് മസ്കുലാർ ആൻഡ് നെർവസ് സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം allows us to move. And storage and production of minerals. നമ്മുടെ ബോണിൻ്റെ ഉള്ളിലാണ് എസെൻഷ്യൽ സബ്സ്റ്റൻസസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് ആർ റിലീസ്ഡ് വെൻ അതർ പാർട്സ് ഓഫ് ദ ബോഡി നീഡ് ദം. പിന്നെ ചില ബോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഇൻ ടു what are the bones. Bones are the primary component of the skeleton, and it is composed of non-living minerals such as calcium and phosphorus. Bones are very much alive, constantly building and repairing themselves. ഓക്കെ, എന്തൊക്കെ നോൺ ലിവിങ് മെറ്റീരിയൽസ് മിനറൽസ് ആയ കാൽസ്യവും ഫോസ്ഫറസ് ഒക്കെ കൊണ്ടാണ് ബോൺ ഉണ്ടാക്കിയെങ്കിലും അത് എന്താവുന്നുണ്ട്? സ്വന്തം എപ്പോഴും അലൈവാണ്, വെരി മച്ച് അലൈവ് ആൻഡ് കോൺസ്റ്റന്റ്ലി ബിൽഡിങ് ആൻഡ് റിപ്പയറിങ് ദംസെൽസ്. സോ അടുത്തതായി കാർട്ടിലേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ്സ് എ സ്പെഷ്യൽ ഫോം ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഈ കണക്റ്റീവ് ടിഷ്യൂവിന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് ബെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ഈ കാർട്ടിലേജിൻ്റെ പ്രത്യേകത. ബോണിനെ നമുക്ക് ബെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ രണ്ട് ബോൺ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ജോയിൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളൊന്ന് തൊട്ട് നോക്കിയാൽ ഫ്ലെക്സിബിൾ പാർട്ട് ഓഫ് ദ നോസ് അല്ലേ. നോസ് പിടിച്ചു നോക്കിയാൽ എന്താണ് അവിടെ? അതാണ് കാർട്ടിലേജ്. ഇയറിൻ്റെ ലോബ്സ് കാർട്ടിലേജ് അല്ലേ. ബെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ? അതാണ് കാർട്ടിലേജ്. ഇറ്റ് ഓൾസോ മേക്സ് ഫ്ലെക്സിബിൾ കണക്ഷൻ ബിറ്റ്വീൻ റിബ്സ് ആൻഡ് സ്റ്റേണം, allowing the chest flexion. അത് നമ്മൾ പിന്നെ ശ്വസിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ റിബ്സ് പൊന്തുകയും താഴുകയും ചെയ്യുന്നില്ലേ. അപ്പോൾ അത് അവിടെ ഉണ്ടാകുന്ന ജോയിന്റ്, റിബ്സിനെയും സ്റ്റേണും തമ്മിൽ ജോയിന്റ് ചെയ്യുന്നത് എന്താണ്? കാർട്ടിലേജ് ആണ്. അപ്പോൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റ് പൊന്തുകയും താഴുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ടാണ്. സോ എന്താണ് ജോയിൻറ്റ്സ്? എന്താണ് ലിഗമെന്റ്സ്? രണ്ടോ അതിലധികമോ ബോൺസ് കൂടിച്ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ് എന്ത്? ജോയിന്റ് ഓർ ആർട്ടിക്കുലേഷൻ. വെൻ 2 or more bones join together, they form a joint or articulation. Articulating joints held together yet still movable, accomplished by specialized connective tissue called ligaments. ലിഗമെന്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് എന്താക്കിയിരിക്കുന്നത്? ബോണിനെ രണ്ട് ബോണുകളെ തമ്മിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതിനെയാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ആ രണ്ട് ബോണിനെ ലിഗമെന്റ്സ് കൊണ്ട് യോജിപ്പിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒന്നിച്ചാണെങ്കിലും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ലിഗമെന്റ്സ് ആർ ടഫ് വൈറ്റിഷ് ബാൻഡ്സ് ദാറ്റ് കണക്ട്സ് from bone to bone and can withstand heavy stress. ടെൻഡൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു മസിൽസിനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആണ്. ഇറ്റ്സ് എ കോട്ട് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് അറ്റാച്ച് മസിൽസ് ടു ദി ബോൺസ്. സോ again we will see ligaments that connect bone to the bone
and function is joint stability. Tendon connects muscle to the bone and its function is joint movement. Okay, clear അല്ലേ? ബോൺ എന്താണ്, ലിഗമെന്റ് എന്താണ്, ടെൻഡൻ എന്താണ്? ഹോപ്പ് സോ. സോ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 206 ബോൺസ് ഉണ്ട് ഒരു അഡൽട്ടായിട്ടുള്ള ആളുടെ ശരീരത്തിൽ. അതായത് പ്രായപൂർത്തിയായ ആളുടെ ശരീരത്തിൽ 206 ബോൺസ് ആണ് ഉള്ളത്. അതിൽ 2 ടൈപ്പ് ബോൺസ് ഉണ്ട്. ദ 2 ബേസിക് ടൈപ്സ് ഓഫ് ബോൺ ടിഷ്യൂസ് ആർ സ്പോഞ്ചി ബോൺ ആൻഡ് കോമ്പാക്ട് ബോൺ. കോമ്പാക്ട് ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല കട്ടി കൂടിയ ഭാഗമാണ്. സി ദ പിക്ചർ. വേറെ അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഒന്നുമില്ല. എല്ലാ സെൽസും ബോൺ സെൽസ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് അടുത്തടുത്താണ്. സ്പോഞ്ചി ബോണിൽ എന്താണ് സംഭവിക്കുന്നത്, സ്മോൾ നീഡിൽ ലൈക്ക് പീസസ് ഓഫ് ദ ബോൺ, മെനി ഓപ്പൺ സ്പേസസ് ഒക്കെ അവിടെ ഉണ്ട്. ഇത് ക്ലിയർ? ബോൺസിന്റെ ഷേപ്പ് കൊണ്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് എങ്ങനെ, ലോങ്, ഷോർട്ട്, ഫ്ലാറ്റ് ആൻഡ് ഇറഗുലർ ബോൺ. ഓക്കെ, ലോങ് ബോൺസ് പറഞ്ഞാൽ എന്താണ്, ബോൺസ് ആർ ലോങ്ങർ ദാൻ ദേ ആർ വൈഡ്. കയ്യിലുള്ള ബോൺസ് അല്ലേ, നമ്മളെ കയ്യിലും കാലിലും ഒക്കെ ലോങ് ബോൺസ് ഉണ്ട്. നമ്മളെ കയ്യിൽ ഹ്യൂമറസ് ഉണ്ട്, റേഡിയസ്, അൾന, കാലിൽ ഫീമർ, ടിബിയ, ഫിബുല ഒക്കെ എന്താണ് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഷോർട്ട് ബോൺസ് പറഞ്ഞാൽ എന്താണ്, യൂഷ്വലി സ്ക്വയർ ഇൻ ഷേപ്പ് ഓർ ക്യൂബ് ലൈക്ക്. നമ്മുടെ റിസ്റ്റിലും ആങ്കിളിലും ഒക്കെ ഉള്ള ബോൺസ് ആണ് ഷോർട്ട് ബോൺസ്. പിന്നെ ഫ്ലാറ്റ് ബോൺസ് പറഞ്ഞാൽ എന്താണ്, ഫ്ലാറ്റ് ബോൺസ് സ്റ്റേണം, നമ്മളെ മാറല് എന്ന് പറയും, അതിനാണ് ഫ്ലാറ്റ് ബോൺസ്. പിന്നെ സ്കള്ളിൽ കുറേ ഫ്ലാറ്റ് ബോൺസ് കൂടി ചേർന്നിട്ടാണ് സ്കള്ള് ഉണ്ടാവുന്നത്. ദെൻ ഇറഗുലർ ഓർ ഓഡ് ഷേപ്ഡ് ബോൺസ്. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും പറയാനില്ലാത്ത ബോൺസിനെയാണ് എന്ത് പറയുന്നത്, ഇറഗുലർ ടൈപ്സ് ഓഫ് ബോൺസ് പറയുന്നത്. സോ ബോൺസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഷേപ്പ്, ലോങ്, ഷോർട്ട്, ഫ്ലാറ്റ് ആൻഡ് ഇറഗുലർ. വേറൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്താ പഠിച്ചത്, നേരത്തെ പഠിച്ചുല്ലോ, കോമ്പാക്ട് ആൻഡ് സ്പോഞ്ച്, റൈറ്റ്? സീ ദ പിക്ചേഴ്സ്. ഏതൊക്കെയാണ് ലോങ് ബോൺ, ഹ്യൂമറസ് ഓഫ് ദ ആം. നമുക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ. ഷോർട്ട് ബോൺ എന്താണ്, റിസ്റ്റിലുള്ളതാണ്. ഫ്ലാറ്റ് ബോൺ പറൈറ്റൽ ബോൺ ഓഫ് ദ സ്കൾ എക്സാമ്പിൾ പറയാം. ഇറഗുലർ ബോൺ വെർട്ടിബ്ര. വെർട്ടിബ്രയ്ക്ക് നമുക്ക് പ്രത്യേക ഷേപ്പ് ഒന്നും പറയാനില്ല അല്ലേ. അതേപോലെ ഹിപ്പ് ബോൺ ഓർ ഇന്നോമിനേറ്റ് ബോൺ എന്ന് പറയും, നമ്മളെ പെൽവിക് ഗേർഡിലുള്ള ബോണാണ്. അതും ഇറഗുലർ ടൈപ്പ് ഓഫ് ബോണിന് എക്സാമ്പിളാണ്. സോ എന്താണ് ടൈപ്സ് ഓഫ് ബോൺ ക്ലിയർ അല്ലേ? ലോങ് ബോൺ, ഷോർട്ട് ബോൺ, ഫ്ലാറ്റ് ബോൺ ആൻഡ് ഇറഗുലർ ബോൺ. അടുത്തതായി നമ്മൾ ടൈപ്സ് ഓഫ് ബോൺ സെൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓസ്റ്റിയോസൈറ്റ്, ഓസ്റ്റിയോബ്ലാസ്റ്റ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ്. ഇങ്ങനെ 3 ടൈപ്പ് സെൽസ് കൊണ്ടാണ് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മച്വർ ആയിട്ടുള്ള ബോൺ സെൽസിനെയാണ് ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത്. ബോൺ ഫോമിംഗ് സെൽസിനെയാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോൺ ഡിസ്ട്രോയിങ് സെൽസിനെയാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ ബോൺ മാട്രിക്സ് ഫോർ റീമോഡലിംഗ് ആൻഡ് റിലീസ് ഓഫ് കാൽസ്യം. കാൽസ്യത്തിനെ റിലീസ് ചെയ്യാനും ബോൺ റീമോഡലിംഗിന് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഓസ്റ്റിയോ ക്ലാസ്റ്റും ഓസ്റ്റിയോ ബ്ലാസ്റ്റുമാണ്. വേറെ പുതിയതായിട്ട് ബോൺ ഉണ്ടാവുകയും വേണം, ബോൺ അധികമുള്ളതിനെ റിലീസ് ചെയ്യുകയും വേണം അല്ലേ. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, റീമോഡലിംഗ് ഒക്കെ നടക്കുന്നത്. നമുക്ക് ഫ്രാക്ചറൊക്കെ, ബോൺ ഫ്രാക്ചറൊക്കെ ആയാൽ അത് വീണ്ടും പൂർവ്വസ്ഥിതിയിൽ എത്തണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ, ആ ജോയിൻ ചെയ്ത് മിസ്മാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡി ആവുന്നത് എങ്ങനെയാണ്, ബോൺ റീമോഡലിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ്. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ബോൺ ഓസ്റ്റിയോബ്ലാസ്റ്റും ഓസ്റ്റിയോക്ലാസ്റ്റുമാണ്. ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മച്വർ ആയിട്ടുള്ള ബോൺ സെല്ലിനെയാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ എംബ്രിയോസ് ദ സ്കെലിറ്റൻ ഈസ് പ്രൈമർലി ഹയാലിൻ കാർട്ടിലേജ് ആണ്. ഒരു ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ആണ്. നമ്മളിങ്ങനെ വളർന്നു വരുന്നതിന് ഇതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ കാർട്ടിലേജൊക്കെ ബോണുമായിട്ട് റീപ്ലേസ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ എന്താണ്, കാർട്ടിലേജ് ബോണായിട്ട് റീപ്ലേസ് ചെയ്യുന്നില്ല. ബ്രിഡ്ജ് ഓഫ് നോസ്, പാർട്സ് ഓഫ് റിബ്സ്, പിന്നെ ജോയിന്റ് ഏരിയ, ഇയർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് കാർട്ടിലേജ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ആദ്യം നമ്മൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ, സ്കെൽറ്റനെ 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്സിയൽ സ്കെൽറ്റനും അപ്പൻഡിക്കുലാർ
സ്കെലിട്ടണും. ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഓർഗൻസ് ഓഫ് ഹെഡ്, നെക്ക് ആൻഡ് ട്രങ്ക്. അതാണ് ആക്സിയൽ സ്കെലിട്ടൺ. ആക്സിയൽ സ്കെലിട്ടണിൽ എന്തൊക്കെയാണുള്ളത്? സ്കള്ള്, ക്രേനിയോ ഫേഷ്യൽ ബോൺസും ആൻഡ് hyoid bone. Okay, anchors the tongue and muscles associated with swallowing. Skull ഉണ്ട്, vertebral column ഉണ്ട്, and bony thorax. ഇത് ചേർന്നാണ് എന്ത്? ആക്സിയൽ സ്കെലിട്ടൺ. ഓക്കെ, ആക്സിയൽ സ്കെലിട്ടണിൽ ബോൺസ് ഓഫ് ഹെഡ്, നെക്ക് ആൻഡ് ട്രങ്ക് ആണ്. ബോൺസ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ സ്കള്ളാണ്. നെക്ക് ബാക്കും കൂടെ എന്താണ്? വെർട്ടിബ്രൽ കോളം ആണ്. പിന്നെ ട്രങ്കിൽ മെയിനായിട്ട് വെർട്ടിബ്രേസും ബോണി തൊറാക്സ് ആണ്, റിബ്സ്, സ്റ്റേണം. ഇത് കൂടി ചേർന്നാണ് ആക്സിയൽ സ്കെലിട്ടൺ. ഇസ് ഇറ്റ് ക്ലിയർ? പിന്നെ വേറെ എന്തായിരുന്നു? അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ അല്ലേ? ഇറ്റ് ഇൻക്ലൂഡ്സ് ബോൺസ് ഓഫ് ലിംസ് ആൻഡ് ബോൺസ് ദാറ്റ് ആങ്കർ ദം ടു ദി ആക്സിയൽ സ്കെലിട്ടൺ. കയ്യിലെ ബോൺസ് അല്ലെങ്കിൽ കാലിലെ ബോൺസിനെയാണ് ബോൺസ് ഓഫ് ലിംബ് എന്ന് പറയുന്നത്. അത് വെറുതെ നിൽക്കുമോ? ഇല്ല, അതിനെ എന്ത് ചെയ്യണം? ആക്സിയൽ സ്കെലിട്ടനായിട്ട് ബന്ധിപ്പിക്കണം. അത് ചെയ്യുന്ന ആരെ ആങ്കർ ചെയ്യണം. അതും കൂടെ എന്തിൽ വരുന്നത്? അപ്പൻഡിക്കുലാർ സ്കെലിട്ടനിൽ വരുന്നത്. പെക്ടോറൽ ഗീഡിൽ, അതായത് അപ്പർ ലിംബിനെ ട്രങ്കുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് പെക്ടോറൽ ഗീഡിൽ. അതിലുള്ള ബോൺസ് ആണ് ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല. ദെൻ പെൽവിക് ഗീഡിൽ, ലോവർ ലിംബിനെ എന്ത് ചെയ്യുന്നത്? ലോവർ ലിംബിനെ ട്രങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് പെക്ടോറൽ ഗീഡിൽ. അതിൽ വരുന്നതാണ് ഹിപ്പ് ബോൺ, സാക്രം ആൻഡ് കോക്സിക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ, ബോൺസ് ഓഫ് അപ്പർ ലിം, ലോവർ ലിം, പെക്ടോറൽ ഗീഡിൽ ആൻഡ് പെൽവിക് ഗീഡിൽ. ഇത് കൂടി ചേർന്നാണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ. മറ്റേത് ആക്സിയൽ സ്കെലിട്ടൺ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞത്? ഹെഡ്, നെക്ക് ആൻഡ് ട്രങ്ക്. You see the picture? In the red it is axial skeleton and in blue it is appendicular skeleton. See, axial skeleton contains bones of head, neck and thorax, trunk, and appendicular skeleton bones of upper limb, lower limb and two girdles, pectoral girdle and pelvic girdle. Pelvic bones ഉണ്ട് അതിൽ. അപ്പർ ലിംബിനെ കണക്ട് ചെയ്യുന്ന സ്കാപ്പുലയും ക്ലാവിക്കിളും ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? സോ നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് കാര്യമായിട്ട് പഠിച്ചത്. ഇനി സ്കള്ള് എന്താണെന്നും ഒക്കെ ബാക്കിയുള്ള ബോൺസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും ഇൻഷാ അല്ലാഹ്.